ഇടുക്കി നെടുങ്കണ്ടത്തെ ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുൻപിൽ നിക്ഷേപകർ രാപ്പകൽ സമരം ആരംഭിച്ചു. നിക്ഷേപക തുകയും പലിശയും തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സഹകാരി കൂട്ടായ്മ സമരം ആരംഭിച്ചത്. ഒരാൾ നിരാഹാര സമരവും ആരംഭിച്ചു. മുൻഗണനാക്രമത്തിൽ നിക്ഷേപം തിരികെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഭരണസമിതി വ്യക്തമാക്കി. നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ വിവിധ ശാഖകളിലായി 1000-ലധികം സഹകാരികൾ നിക്ഷേപിച്ചിട്ടുള്ള 29 കോടിയിലധികം രൂപയാണ് തിരികെ നൽകാനുള്ളത്. 3000-ലധികം വായ്പകളിലായി 54 കോടിയിലധികം രൂപ മടക്കി ലഭിക്കാനുമുണ്ട്. നിക്ഷേപക സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ചേർത്തത്. കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപ തുകയോ പലിശയോ തിരികെ ലഭിക്കാത്തതോടെയാണ് നിക്ഷേപകർ സമരം ആരംഭിച്ചത്. നിക്ഷേപകരെ വീടുകളിൽ പോയി കണ്ട് അവരെ കൂടുതൽ പലിശ നൽകാമെന്ന് പ്രലോഭിച്ച് ഈ സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവരെ കൊണ്ട് ഇവിടെ നിക്ഷേപം നടത്തിയിട്ട് ആ പണം ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും ജീവനക്കാരും ഏതാണ്ട് വീതിച്ചെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആ പണം അടച്ചു കഴിഞ്ഞാൽ, ആ പണത്തിന്റെ പകുതി അടച്ചു കഴിഞ്ഞാൽ ഇവിടെ നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള പൈസയിൽ കുറേയെങ്കിലും കൊടുത്തു തീർക്കാനും ഇവിടുത്തെ പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കാനും സാധിക്കും. അവധി പറഞ്ഞ് ബാങ്ക് കബളിപ്പിക്കുകയാണെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. ബാങ്കിന് മുന്നിൽ സമരം ആരംഭിച്ചതിനെ തുടർന്ന് ബാങ്ക് സെക്രട്ടറിയും പ്രസിഡന്റും പ്രതിഷേധക്കാരോട് സംസാരിക്കാനെത്തിയെങ്കിലും വാക്കേറ്റത്തിന് കാരണമായി. ഇതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കല്ലാർ ഇബ്രാഹിംകുട്ടി ഉൾപ്പെടെയുള്ള ഈ നിൽക്കുന്ന സാക്ഷാൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാര്, ജീവനക്കാരുൾപ്പെടെയുള്ള ആൾക്കാര് അടിച്ചോണ്ട് മാറ്റിക്കൊണ്ട് പോയിരിക്കുന്ന പൈസയാണ് അടയ്ക്കാനുള്ളത് കൂടുതലും. ഈ പറയുന്ന എല്ലാവർക്കും പ്രയോറിറ്റി ഉള്ളവരാണ്. എല്ലാവരും ഇവിടെ നിക്ഷേപിച്ചിട്ട് കാലം ഒത്തിരി കഴിഞ്ഞതാണ്. എന്നാൽ വായ്പാ കുടിശ്ശിക തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ വിശദീകരണം. നിക്ഷേപകർക്ക് മുൻഗണനാക്രമത്തിൽ പണം തിരികെ നൽകുമെന്നുമാണ് ഭരണസമിതി വ്യക്തമാക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പൈസ തരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ പൈസ തരുന്നതിനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. കേസെടുത്ത് അത് മുൻ ബോർഡ് മെമ്പർമാരായിക്കോട്ടെ, ജീവനക്കാരായിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ ബാങ്കിൽ നിന്നും അനധികൃതമായി ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ ഇരിക്കുന്ന ആളുകളുടെ പേരിൽ കർശനമായ നടപടികൾ ഉണ്ടായിരിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന ഇടുക്കി ലീഡേഴ്സ് സഹകരണ സംഘത്തിൽ നടന്ന വൻ ക്രമക്കേടുകളെക്കുറിച്ചും സാമ്പത്തിക തിരിമറികളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണവും പുരോഗമിക്കുകയാണ്. റിപ്പോർട്ടർ, ഇടുക്കി.